വൈകുന്നേരമായപ്പോൾ രുദ്രൂട്ടന് നേന്ത്രപ്പഴം നെയ്യിൽ വഴറ്റി കൊടുക്കാനായിട്ട് നെയ്യെടുക്കാൻ ഫ്രിഡ്ജ് തുറന്നതാണ്. അപ്പോഴാണ് കുറേ നാളായിട്ട് ആർക്കും വേണ്ടാതെ അനാദിയായിട്ടിരിക്കുന്ന ഒരു പൈനാപ്പിളിനെ കണ്ടത്. കുറേ നാളെന്നും പറഞ്ഞ മാസങ്ങളൊന്നും ആയിട്ടില്ല, അത് ഞാനൊരു അതിശയോക്തിക്ക് പറഞ്ഞതാണ്. എന്നാലും കുറച്ച് നാളായിട്ടുണ്ട്. അപ്പൊ അവനെ എടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു. എന്ന് ഫ്രിഡ്ജ് തുറക്കുമ്പോഴും ഇവനെ ഒന്ന് പുറത്തെടുക്കണം എന്ന് വിചാരിക്കും. പക്ഷെ എടുക്കാനായിട്ടുള്ള ഒരു സമയം വന്നത് ഇപ്പോഴാണ്. അങ്ങനെ രുദ്രൂട്ടനുള്ള പഴമൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ആ പൈനാപ്പിൾ എടുത്ത് പണി തുടങ്ങി. ആദ്യം വിചാരിച്ചത് ജ്യൂസ് അടിക്കാന്നാണ്, പിന്നെ വിചാരിച്ചു വേണ്ട, അത് നമുക്ക് ഉപ്പും മുളകൊക്കെ ഇട്ട് ഒന്ന് കഴിക്കാം. രുദ്രുവിന് ഇതുവരെ പൈനാപ്പിൾ കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടൊരു പീസ് പൈനാപ്പിൾ ഇതാ ഇപ്പോഴാണ് കൊടുക്കുന്നത്. കൊടുത്തപ്പോൾ വലിയ താല്പര്യം വന്നിട്ടില്ല ആൾക്ക്. താഴെ 2 പല്ലും മുകളിൽ 1 പല്ലാണ് ആകെ വന്നിട്ടുള്ളത്. അതും വെച്ച് ഈ ഒരു പൈനാപ്പിൾ കടിക്കാൻ വലിയ സുഖമില്ലാത്തതുകൊണ്ട് അവൻ അത് എനിക്ക് തന്നെ വായിൽ വെച്ച് തന്നു. അവന് ഞാൻ പഴം വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൻ എനിക്ക് പൈനാപ്പിൾ തിരിച്ചും വായിൽ വെച്ച് തന്നു. അവന് വേണ്ടാത്ത സ്ഥിതിക്ക് ബാക്കിയുള്ള പൈനാപ്പിൾ എല്ലാം കൂടി എടുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി എടുത്തിട്ട് നന്നായി തിരുമ്പി അങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. ആ കൊതിയിൽ കഴിക്കുന്ന തിരക്കില് പ്ലേറ്റ് കാലിയായപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പത്തുള്ള ഗൈസ്, ബൈ.